ധനഹ 4-ാം ഞായർ. യോഹന്നാൻ 2:1-11 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് ധനഹ 4-ാം ഞായറാഴ്ചയാണ്. കാനായിലെ കല്യാണ വിരുന്നാണ് ചിന്താവിഷയം. കർത്താവിൻ്റെ ദൈവികതയുടെ വെളിപ്പെടുത്തലിൻ്റെ 4-ാം ഘട്ടമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ഈശോയുടെ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്നതിനേക്കാൾ ഒരു അടയാളമാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത്. സാധാരണത്തിൽ നിന്നും അസാധാരണത്തിലേക്ക് ഉള്ള രൂപാന്തരീകരണം, അതാണ് ചിന്താവിഷയം. കല്യാണ വിരുന്നിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ പറയുന്നില്ല. ധാരാളം പേരുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഏതാണ്ട് അപ്രതീക്ഷിതമായി വീഞ്ഞ് തീർന്നു പോയത്. മാതാവ് ഈശോയെ സമീപിച്ച് അവിടുത്തോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. തൻ്റെ സമയമായില്ല എന്നാണ് അവിടുന്ന് മറുപടി പറഞ്ഞത്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന് മാതാവ് ഭൃത്യന്മാരോട് പറഞ്ഞു. അവരോട് ഈശോ പറയുകയാണ്, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. ശുദ്ധീകരണ കർമ്മത്തിന് വേണ്ടിയുള്ള 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. എന്തെല്ലാമാണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഊഹിച്ചെടുക്കാം. എന്നാൽ എന്തിൻ്റെയെല്ലാമോ പ്രതീകമാണ് ആ കൽഭരണികൾ. ഭൃത്യന്മാർ അവ വക്കോളം നിറച്ചു. അവയിലേക്ക് കർത്താവ് ഉറ്റുനോക്കി കാണും. വെള്ളത്തിന്മേൽ അവിടുത്തെ കണ്ണുകളും മുഖവും പതിഞ്ഞു കാണും. അതോടെ ജലത്തിൻ്റെ നിറം മാറി. ഒപ്പം അതിൻ്റെ ഗുണത്തിനും മാറ്റമുണ്ടായി. ജലം ഹർഷപൂരിതയായി. അങ്ങനെ അത് വീഞ്ഞായി. അതൊരു അടയാളമായിരുന്നുവെന്നാണ് സുവിശേഷം പറയുന്നത്. അത്ഭുതമെന്ന് പറയുന്നില്ല. എന്തിൻ്റെയെല്ലാം അടയാളമായിരിക്കാം അത്? അതേക്കുറിച്ച് ആദ്യം ധ്യാനിക്കാം. വചനം മാംസമായി, പിന്നെ മാംസമായ വചനം ഭക്ഷണവും പാനീയവുമായി. അതിനായി തിരഞ്ഞെടുത്ത അപ്പവും വീഞ്ഞും അവിടുത്തെ ശരീരരക്തങ്ങളായി. അവ ഭക്ഷണവും പാനീയവുമാണെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവ അങ്ങനെയുമായി. രൂപാന്തരീകരണത്തിൻ്റെ ഒരു ശൃംഖല, എ പ്രോസസ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടയാളമായിരുന്നു കല്യാണ വിരുന്നിൽ അവിടുന്ന് നൽകിയത്. തൻ്റെ ശരീരം ഭക്ഷണവും പാനീയവുമാണെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചപ്പോൾ അവ അങ്ങനെയുമായി. ലോകത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാറ്റങ്ങൾ. ചിലതെല്ലാം മറഞ്ഞിരിക്കുന്നതും അദൃശ്യവുമാണ്. മറ്റു പലതും ദൃശ്യമാകുന്ന മാറ്റങ്ങളാണ്. ഇവ രണ്ടും പ്രകൃതിയിൽ മാത്രമല്ല, നമ്മിലും സംഭവിക്കുന്നു. അതുവഴിയാണ് നമ്മുടെ അസ്തിത്വം വെളിപ്പെടുന്നത്. മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നിശ്ചലമാകും. അത് മരണത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. മാറ്റങ്ങളിലൂടെയാണ് ജീവൻ നിലനിൽക്കുന്നത്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഉൾക്കാഴ്ച. ജീവിതത്തിൻ്റെ നിറവിൻ്റെയും നിർവൃതിയുടെയും പ്രതീകം കൂടിയായിരുന്നു വെള്ളം വീഞ്ഞായി മാറിയ രൂപാന്തരീകരണം. ജീവിതത്തിൽ നിറവും പൂർണ്ണതയും തേടുന്നവരാണ് നമ്മളെല്ലാം. അവസാനം വരെ നല്ല വീഞ്ഞ് അവിടുന്ന് അവർക്ക് ലഭ്യമാക്കി. ഈ നിറവിലും തികവിലുമാണ് ജീവിതത്തിൻ്റെ ആഴമായ അർത്ഥം വെളിവാകുന്നത്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ 2ാമത്തെ ഉൾക്കാഴ്ച. കർത്താവിൻ്റെ ജീവിതം പരസ്യജീവിതമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് കാനായിലെ കല്യാണ വിരുന്നോടുകൂടിയാണ്. നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ അതിശയകരമായ പ്രവൃത്തികൾ വെളിപ്പെടുത്തേണ്ടത്. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ സംഭവിക്കണമെന്നതാണ് 3ാമത്തെ ഉൾക്കാഴ്ച. ജീവിതം കൂട്ടായ്മയുടെ ഒരനുഭവവും ആഘോഷവുമായിരിക്കണം. അതിൽ നിറഞ്ഞു നിൽക്കുന്നതും കവിഞ്ഞൊഴുകുന്നതുമായ സന്തോഷമാണ് ജീവിതത്തിന് പൂർണ്ണത നൽകുന്നത്. ജീവിതത്തിൽ മിക്കപ്പോഴും ഒരു ദുഃഖാനുഭവം ഉണ്ടെങ്കിലും ആത്യന്തികമായി നമ്മൾ സന്തോഷം തേടുന്നവരാണ്. സന്തോഷവും സമാധാനവും ദൈവദാനമാണ്. ഇതാണ് നമ്മൾ എത്തിച്ചേരുന്ന 4ാമത്തെ ഉൾക്കാഴ്ച. 5ാമത്തെ ഉൾക്കാഴ്ച 6 കൽഭരണികൾ എന്ന പ്രതീകമാണ്. നമ്മുടെ ശരീരവും മനസ്സും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ കൽഭരണികൾ പോലെ നമ്മിൽ നിരവധി സംഭരണികൾ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും. ജീവിതത്തിൽ നന്മയെ നിറയ്ക്കുവാനാണ് അവ. അവയെക്കുറിച്ച് നമുക്ക് അറിവും ബോധ്യവും ഉണ്ടാകണം. അതൊരു ഉൾക്കാഴ്ചയാണ്. എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ഏതെല്ലാം ദിശകളിലേക്കാണ് കർത്താവിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥവ്യാപ്തി നമ്മെ എത്തിക്കുന്നത്. സമയം ആഗതമായി എന്നും നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സമയം എപ്പോഴും ഈ നിമിഷത്തിൻ്റെ അനുഭവമാണ്. സമയം നിരന്തരം സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിന് ഓർമ്മയുടെയും പ്രതീക്ഷയുടെയും വ്യാപ്തി ഉണ്ടെങ്കിലും സമയം ഈ നിമിഷത്തിൻ്റെ അനുഭവമാണ്.
അതാണ് കർത്താവ് ആ നിമിഷത്തിൽ തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചത്. ഈ നിമിഷത്തിൽ നാം ചെയ്യേണ്ടത് ചെയ്യാറുണ്ടോ, അതോ അത് നീട്ടിവയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്? നീട്ടിവയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും സാങ്കത്യവും നഷ്ടപ്പെട്ടു പോകും. ഈ അറിവ് ഒരു ഉൾക്കാഴ്ചയാണ്. അതാണ് എന്നിലുളവാക്കുന്ന അവസാനത്തെ ഉൾക്കാഴ്ച. ജീവിതത്തിൻ്റെ തികവാണ് ഇന്നത്തെ പ്രധാന ചിന്താവിഷയം. അതിന് കുടുംബത്തിൻ്റെ കൂട്ടായ്മ അനിവാര്യമാണ്. അതിനടിസ്ഥാനമായി നിൽക്കുന്നത് വിവാഹ ജീവിതമാണ്. അവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം ഒരു അടയാളമായി തീരുന്നത്. അങ്ങനെ ഇന്നത്തെ സുവിശേഷം ജീവിതഗന്ധിയായ ഒരു കഥയാണ്. അതിലൂടെയാണ് കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നത്. അതുവഴി അവിടുന്ന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തെയും വെളിപ്പെടുത്തുന്നു. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ സംഭരണികളെ നമുക്ക് നിറയ്ക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഭവങ്ങൾ ആശംസിക്കുന്നു. ജെയിംസ് പുറത്തേയിലച്ചൻ.